വെൽക്കം ബാക്ക് ടു ദി ചീസ് യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്ന് നമ്മൾ എവിടെ പോവാ? ഷോപ്പിൽ ഫുഡ് അടിക്കാൻ പോവാണ് ഗൈസ്. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു മുട്ട കഴിച്ചു. മമ്മി എന്ത് കഴിച്ചു? ബ്രെഡും മുട്ടയും കഴിച്ചു. പ്രാണും റിയയും കഴിച്ചു. ഹലോ. ഓക്കെ, ഞങ്ങളൊക്കെ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചോളൂ, കാരണം ഷാപ്പിൽ പോയിട്ട് നന്നായിട്ട് കഴിക്കാൻ വേണ്ടി. ബൈ ദ വേ, ഏത് ഷാപ്പിലാണ് പോകുന്നത്? ഇട്ട് തന്നു, പക്ഷെ എടുത്തുവായിലാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഷാപ്പിൽ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. ഓക്കെ, രാഹുൽ വണ്ടി എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഏത് ഷാപ്പിലാണ് പോകുന്നത്? എടുത്തുവാ. പേര്? ഷാപ്പിന്റെ പേര് അറിയത്തില്ല, നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടതാണ്. നമ്മൾ പോവാ. ഗൈസ്, നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു ആ ഷാപ്പ്. അപ്പോൾ ആ ഷാപ്പിലോട്ടാണ് പോകുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എത്തിയിട്ട് നേരിട്ട് കാണിക്കുന്നതല്ലേ അതിൻ്റെ ഭംഗി. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അടിയും വഴക്കും കുത്തും മാന്തലുമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറിച്ച മാങ്കുസ്തിക്കാണ് ഗൈസ് കൊണ്ടുപോകാൻ വേണ്ടി അവർ വെച്ചിരിക്കുക. അയ്യോ, ഇത് റംബൂട്ടാന്, അതിൻ്റെ ബാക്കിലാണ് മാങ്കുസ്തി ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ആൾക്കാർ ആഴ്ചതോറും വന്ന് പറിക്കും. അതിൽ നിന്ന് പറിച്ചതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്നതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കവർ തരും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. റിയ, ഒരു ഹായ്. എടി, അത് ചെയ്യല്ലേ, ക്ലെയിം വരും. ഹായ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും കയറിക്കോളൂ. കേറ് വെയില് ഗൈസ്. അതിൻ്റെ ഇടയിൽ മമ്മി ഇസ്കാൻ പോകുന്നു. എന്തിനാ മമ്മി? എന്നിട്ട് ഇപ്പം ഡ്രസ്സിലാവത്തില്ലേ എടുത്താല്? അതിൻ്റെ ഇടയിൽ മമ്മി ഇസ്കാൻ പോകുന്നു. അവരോട് പറഞ്ഞോ വണ്ടി ചാരണമെന്ന്? അതെ, സോറി, വണ്ടിയല്ലല്ലോ, ഗേറ്റ് ചാരണമെന്ന്. ഉള്ളതെല്ലാം പറിക്കുകയാണ്, എടുക്കുകയാണ് ഗൈസ്. ചാരണോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കയറാമേ. ഗൈസ്, നമ്മൾ നമ്മുടെ ആക്ച്വൽ ലൊക്കേഷനിലെത്തിയില്ല. നമ്മൾ ഗരുഡാഗിരിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വേറൊരു ഇൻസ്റ്റയിൽ കണ്ട ഒരു വീഡിയോയിൽ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് പോകാൻ. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഇഷ്ടമായില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഏത് ലൊക്കേഷനിലാമേ? ആലപ്പുഴയിൽ ഗരുഡാഗിരിയിൽ വന്നു ഗൈസ്. ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച ലൊക്കേഷൻ ഏതായിരുന്നു എന്നൊന്നും ഞാൻ പറയണില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ഡെസ്റ്റിനേഷൻ മാറി ആലപ്പുഴയിലെത്തി. സോ ഇതാണ് ഗരുഡാഗിരി. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ്. അടിപൊളി ലൊക്കേഷനാണ് ഗൈസ്. ഭയങ്കര കാറ്റ്, അടിപൊളി ലൊക്കേഷനാണ്. അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുടിയെല്ലാം പറന്നു. ഹൗ ഇസ് ദ ലൊക്കേഷൻ? ഗുഡ്. നല്ല കാറ്റ്. അയ്യോ, ഇവിടെ നോൺ AC AC എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ മാളിലോട്ടും ഉണ്ടല്ലേ ഗൈസ്. ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഇരുന്നു, ഓർഡർ കൊടുത്തു. നമ്മൾ എന്തുകൊണ്ട് ഫസ്റ്റിൽ നമ്മൾ ഇൻസ്റ്റയിൽ കണ്ട് ഒരു കള്ള് ഷാപ്പിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ അത് നടന്നില്ല. വൈ? കണ്ടപ്പോൾ അത്ര ഇഷ്ടം തോന്നിയില്ല. അതെവിടെയായിരുന്നു? ചമ്പക്കുളം എടത്വ റോഡിലായിരുന്നു. അതിന്റെ പേര് പറയുന്നില്ല, പേരൊന്നും നാളൊന്നും പറയുന്നില്ല. ഇപ്പം നമ്മള് ഇൻസ്റ്റയ്ക്കകത്ത് കണ്ടപ്പം ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചാ വന്നത്. പക്ഷെ അവിടെ കണ്ടപ്പോൾ അത്ര നീറ്റൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അത്ര അങ്ങോട്ടൊരു തൃപ്തിയായില്ല. ഞങ്ങൾ അവിടെ വെച്ച് പിടിച്ച് ആലപ്പുഴ വന്നു.
ഇപ്പം നമ്മൾ ആലപ്പുഴയിലെ ഇത് ഗരുഡാഗിരിയിലാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഫുഡ് വരട്ടെ. നമ്മുടെ ഒരു സെറ്റ് ഓർഡർ ചെയ്ത് വന്നു. ആസ് ഓൾവേസ് കപ്പയുണ്ട്, ഇതെന്താ ചേമ്പും അതിൻ്റെ ചമ്മന്തി, പിള്ളേർക്ക് പൊറോട്ട, ഇതെന്തായിരുന്നു പ്രോൺസ് റോസ്റ്റ്, ഇത് ചിക്കൻ റോസ്റ്റ്. ഇത്രയാണ് വന്നത്. ഇനി എല്ലാവരും കൈ അങ്ങ് കൊതി ഇട്ടിരിക്കുക, എല്ലാവരും കൈയിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടി. ഓക്കെ, ഒരു സെറ്റായിട്ടുണ്ട്. കരിമീൻ പൊള്ളിച്ചത്, എടാ ഇതൊന്ന് തുറന്നേ. കരിമീൻ പൊള്ളിച്ചത് വാഴയിലയിൽ പൊള്ളിച്ചതാ. അയ്യോ, കരിമീൻ പൊള്ളിച്ച്. ഇതിന്റെ നട്ട്സ് ആണല്ലേ. പ്രോൺസ് ഫ്രൈയും. ഇതെന്താ മീൻകറി മമ്മി? ഇതെന്താ? വാളക്കറിയും പ്രോൺസ് ഫ്രൈയും. ഹൈലൈറ്റ് മധുരക്കള്ള്. അയ്യോ താഴെ വീരല്ലേ കർത്താവേ. മധുരക്കള്ള് ഗൈസ്. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, കറി ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കരിമീൻ പൊളിച്ചതാണ്. നല്ല അടിപൊളി ടേസ്റ്റ്. നല്ല സൗണ്ട്. ഇന്നലെ മമ്മി ഉണ്ടാക്കിയ ചിക്കൻ അവൾക്ക് ഇഷ്ടമായി. അത് രണ്ടാമത് എടുത്ത്. അവൾ അധികം ചിക്കൻ കഴിക്കുന്ന ആളല്ല. നമ്മൾ ഓർഡർ ചെയ്തതാണ് ഗൈസ്, വരാൽ ഫ്രൈ. മമ്മിക്ക് വരാൽ കഴിക്കണം അത്ര. എന്താ മമ്മി? ഒന്നുമില്ല. മമ്മി കഴിച്ച് കഴിച്ച് കരഞ്ഞു ഗൈസ്. നമ്മൾ ഏകദേശം ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട്. വരാൽ ഫ്രൈ. ഞങ്ങൾ അപ്പം കൂടി മേടിച്ചു. വീണ്ടും ലാസ്റ്റാണ്. ഇനി നമ്മളൊന്നും ഓർഡർ ചെയ്യത്തില്ല. ഇത്രയേ അപ്പം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു അപ്പത്തിന് എടുത്തു വിത്ത് ചിക്കൻ. ഓക്കെ, താനെ കുടിയടാ നീ, കുടിക്കടാ നീ. ഞങ്ങളെല്ലാവരും കഴിച്ചു. പ്രാണും റിയെ വെളിയിലോട്ട് ഇറങ്ങി. ഞങ്ങളുടെ ഈ ടേബിളിൻ്റെ കോലവും എൻ്റെ മമ്മീനെ ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങൾ ഓർഡർ ചെയ്തതെല്ലാം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഒന്നുപോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. എല്ലാതും കഴിച്ചിട്ടുണ്ട്. കള്ള് വരെ തീർന്നു ഗൈസ്. കണ്ടോ എൻ്റെ മമ്മി ഇരിക്കുന്ന കണ്ടോ? പാവം മമ്മി. രാഹുലേ ഹായ് ഉണ്ടോ? ഇതാണ് ഗൈസ് ടേബിളിൻ്റെ ഒരു കോലം. ഫുഡ് സൂപ്പർ, നല്ല ഫുഡ്. എല്ലാം നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. ഇവിടെ എല്ലാം നല്ല ആൾക്കാരായി, നല്ല തിരക്കായി. പ്രാണും പ്രിയ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. അവരെ ഒന്ന് പോയി നമുക്ക് നോക്കാം എന്ത് ചെയ്യുന്നുള്ളത്. ഇവിടെ ഒക്കെ ഭയങ്കര ആൾക്കാരായി, ഫുള്ളായി. പ്രാണും റിയയും എന്തിയ ഗൈസ്? അവരിതാ വണ്ടിയിൽ ഇരിപ്പുണ്ട്. അപ്പൊ ആ എ സിയിൽ പോയിരുന്നൂടെ? ഇതിനകത്ത് വന്നിരിക്കണം. വാ, ഉള്ളിൽ വാ.
ഗൈസ് ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്, നല്ല രസമുണ്ട്. കണ്ടോ, ഫുള്ള് വെള്ളമാണ്, അടിപൊളി സ്ഥലം. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. നല്ല കാറ്റ്, ഫോട്ടോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്, മുടിയൊക്കെ പറന്ന് 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 പോവാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പെയ്യെ ചോദിച്ച് പോവാന്ന് വിചാരിച്ചു. കണക്കാം. അപ്പൊ എല്ലാവർക്കും എന്താണ് അഭിപ്രായം? ഗരുഡാഗിരിയുടെ അഭിപ്രായം? നിങ്ങൾ വരിക, വീണ്ടും വരിക, ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അടുത്ത വെക്കേഷൻ. എല്ലാ വെക്കേഷൻ ഷാപ്പ് ഉറപ്പാണ്. സോ ഈ വർഷത്തെ ഷാപ്പ് അതൊക്കെ ഇനി എന്റെ ബ്രദർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അച്ഛാ, നീ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം. അതുവരെക്കും ഗൈസ്, ഞാൻ വീണ്ടും വരുന്നു. ഒരു കാര്യം പറയാനും കൂടി മറന്നുപോയി. നമ്മുടെ ഈ ഗരുഡാഗിരിയിലെ കള്ള് ഷാപ്പിലെ പ്രൈസൊക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തപ്പോഴും വലിയ റേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. സോ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. പിന്നെ ലൊക്കേഷൻ, ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് പറയുക? കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാന്ന് വെച്ചാല് പറയടാ. ആലപ്പുഴ റോഡില് ആലപ്പുഴ ബൈപ്പാസിൽ കിടങ്ങറ എന്ന് പറയുന്ന സ്ഥലം. അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ അതല്ലാണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷനും കൂടി ഇട്ടേക്കാം. അപ്പം പോയിട്ടില്ലാത്തവര് മസ്റ്റായിട്ടും പോവാ, പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്നുകൂടെ പോവാ. അടിപൊളിയാണ്, നല്ല സ്ഥലവും നല്ല വൈബാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. വീണ്ടും ബൈ ബൈ.